നീതിന്യായ പുനഃപരിശോധന അഥവാ ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്നാണ്. നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം അതും അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വരുന്ന 8ൻ്റെ ആൻസർ 1, 2, 3 ആണ്. പിന്നെ നിയമനിർമ്മാണ സഭയിൽ എത്ര പട്ടികവർഗ അംഗങ്ങളുണ്ടെന്നുള്ളതാണ് ചോദ്യം. നിയമനിർമ്മാണ സഭയിൽ 28 പട്ടികവർഗ അംഗങ്ങളുണ്ടായിരുന്നു. പിന്നെ 10 സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഫ്രഞ്ച് വിപ്ലവം എല്ലാ വിപ്ലവവും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 10 ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിക്കെട്ട മുദ്രാവാക്യമാണിത്. അപ്പോൾ നമ്മളിത് എവിടെ നിന്ന് എടുത്താണ്? ഫ്രാൻസിൽ നിന്ന് എടുത്താണ്. ഇത് പഠിച്ച കാര്യമാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കോടതികളിൽ ന്യായ വിചാരണ ഉറപ്പുവരുത്തുന്നതിന് ഡബിൾ ജിയോപ്പതിയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 20 വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണിത്. ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശം, ഒരേ കുറ്റത്തിന് ഒരു വ്യക്തിയെയും ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കുവാൻ പാടില്ല. പിന്നെ നമ്മൾ 11(2) ഏതെങ്കിലും മുൻകാല കുറ്റകൃത്യത്തിൻ്റെ പിൽക്കാലത്തുണ്ടാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാനോ ശിക്ഷിക്കാനോ പാടില്ല. ഒരു വ്യക്തിയെയും അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകുവാൻ നിർബന്ധിക്കുവാൻ പാടില്ല. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ 11ൻ്റെ ആൻസർ 1, 2, 3 1, 2, 3 ആണ് 11ൻ്റെ ആൻസർ വരുന്നത്. പിന്നെ എത്ര വയസ്സിൽ താഴെയുള്ള വ്യക്തിയെയാണ് ഖനികൾ, വ്യവസായശാലകൾ പോലുള്ള അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നത് തടയുന്നത്? അത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ്. അത് 18 ആണെന്ന് ഓർക്കരുതും, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ ആ തെറ്റായത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ച കഥയാണ് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഇത് ആർട്ടിക്കിൾ 32 കാര്യമാണ്. അടുത്തത്, മൗലികാവകാശത്തെ സംബന്ധിച്ച് ഒരു ലംഘനമുണ്ടായാൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് ഏതൊരു വ്യക്തിക്കും ഏതൊരു കോടതിയെയും സമീപിക്കാൻ പറ്റത്തില്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിയുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാം എന്നുള്ളതാണ് ശരി. 3ാമത്തെ കാര്യം, ഒരു കീഴ്ക്കോടതിയുടെ അധികാരപരിധിയിലുള്ള കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതാണ് സെർഷ്യോററി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് 2 ആണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന 2, അതായത് 13ൻ്റെ ആൻസർ B വരും. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ഇപ്പോൾ പുതിയ അമെൻമെൻറ്റ് പ്രകാരമുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തന മേഖലയിൽ നിന്നുള്ള 3 അംഗങ്ങൾ വേണം. അതിൽ 1 അംഗം വനിതയായിരിക്കണം. ശരിയാണ്. സ്വന്തമായോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായ വ്യക്തിയുടെയോ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതിന് പ്രശ്നമില്ല. ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ലെന്നുള്ളത്. ജയിലുകൾ സന്ദർശിക്കാം. മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്തുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതും ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്നത് ഇവയെല്ലാം എന്നുള്ള ആൻസറാണ്. ഇതിൽ വരുന്നത് 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. അപ്പോൾ 1, 2, 3 ഇവയല്ല എന്നാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയല്ല എന്നാണ് ഇവിടെ എല്ലാം കൂടി വരുന്ന ഇവയെല്ലാം വരുന്നത് ആദ്യമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതും ശ്രദ്ധിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമുണ്ട്. അത് തെറ്റാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് കമ്മീഷന് എന്ത് വിധിക്കാനുള്ള അധികാരം ഇല്ല, ശിക്ഷ വിധിക്കാനുള്ള അധികാരം ഇല്ല. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് ശുപാർശകൾ അത് ചെയ്യാം. പിന്നെ കോടതികളോട് നടപടിക്രമം ആരംഭിക്കാൻ പറയാം, അതും ചെയ്യാം. പക്ഷേ ശിക്ഷ വിധിക്കാനുള്ള അധികാരം സ്വമേധയാ ഇല്ല. പിന്നെ 2019 ഭേദഗതി പ്രകാരം എക്സോഫിഷ്യോ അംഗങ്ങൾ, ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യമാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ഓർത്തോണം, ബാലാവകാശം, ഭിന്നശേഷി കമ്മീഷൻ. പിന്നാക്ക വിഭാഗം, ബാലാവകാശം, ഭിന്നശേഷി എന്നീ 3 കമ്മീഷൻ വന്നത് ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തിയാണ്. ഇതൊക്കെയാണ് പിന്നോക്ക വിഭാഗം, ബാലാവകാശം, പിന്നെ വരുന്നത് ഭിന്നശേഷി കമ്മീഷൻ. അടുത്ത 17. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ശിക്ഷ വിധിക്കാൻ അധികാരമുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. ബാക്കി 2, 3 ശരിയാണ്. ശരിയായ പ്രസ്താവന ആയതുകൊണ്ട് 2, 3, അതായത് ഓപ്ഷൻ D. 16 ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ ഭാഗം 4-ൽ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകൾ നിർദ്ദേശകത്വങ്ങളെക്കുറിച്ച് പറയുന്നു. ശരിയാണ്. മാർഗനിർദ്ദേശകത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ശരിയാണ്. ജന്മിത്വം നിരോധനം, ബാങ്കുകളുടെ ദേശസാൽക്കരണം, കുടിൽ വ്യവസായം, ഉച്ചഭക്ഷണ പദ്ധതി എന്നിവയൊക്കെ ഇതിൽ പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അത് സ്റ്റേറ്റ് നടപ്പിലാക്കിയതാണ്. ആ വരുന്ന കാര്യങ്ങളൊക്കെ ഉച്ചഭക്ഷണ പദ്ധതിയൊക്കെ നടപ്പിലാക്കിയത് നിർദ്ദേശകത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കിയത്. അതിൽ നിന്ന് എടുത്ത് നടപ്പിലാക്കിയതാണ്. 16. 17 വരുന്നത് പൗരന്മാരെന്ന നിലയിൽ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതേത്? പരിസ്ഥിതി സംരക്ഷണം മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ്. രാജ്യത്തെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെ എതിർക്കുക എന്നല്ല, രാജ്യത്തിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്.
പിന്നെ ചെറുകിട കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് നിർദ്ദേശക തത്വത്തിൽ വരുന്ന കാര്യമാണ്. അത് ഇവിടുത്തെ വരത്തില്ല. അപ്പോൾ നമുക്ക് തെറ്റായതാണ് വരുന്നത്, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതാണ്. അതുകൊണ്ട് 17C. 18 നിർദ്ദേശകത്വങ്ങളുടെ ലക്ഷ്യങ്ങൾ ജനക്ഷേമം ഉണ്ട്, സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയുണ്ട്, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയുണ്ട്, വിഭവങ്ങളുടെ തുല്യവിതരണമുണ്ട്, അന്തർദേശീയ സമാധാനം പ്രോത്സാഹിപ്പിക്കുകയുണ്ട്. അതുകൊണ്ട് നിർദ്ദേശകത്വത്തിൽ ഇവയെല്ലാം വരുന്നുണ്ട്. പിന്നെ നിർദ്ദേശകത്വത്തിൽ ഉൾപ്പെടാത്തത് ഏത്? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇപ്പം നിർദ്ദേശകത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. നിർദ്ദേശകത്വം ഉൾപ്പെടാത്തത് മതിയായ ഉപജീവന മാർഗം ഉണ്ട്, അത് പറയുന്നുണ്ട്. നിർദ്ദേശകത്വം നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ട്. സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം പറയുന്നുണ്ട്, മതിയായ വേതനം കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്, തൊഴിലിനുള്ള അവകാശം പറയുന്നുണ്ട്, ശിശുപരിപാലനവും 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും ഇത് വരുന്നില്ല. അതായത് ശിശുപരിപാലനവും 6-ൽ താഴെ വയസ്സിൽ പ്രായമുള്ള കുട്ടികളുടെ പരിപാലനവുമാണ്, അവർക്കുള്ള വിദ്യാഭ്യാസവുമാണ്, ശൈശവ വിദ്യാഭ്യാസവുമാണ് അതിൽ വരുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ശിശുപരിപാലനവും 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കാര്യവും ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു. ഇത് പിന്നീട് ഈ നിർദ്ദേശകത്വം മൗലികാവകാശമാക്കി നടപ്പിലാക്കിക്കൊണ്ട് 2010 ദേശീയ വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നതോടെ 21A ഉൾപ്പെടുത്തിക്കൊണ്ട് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം നിർബന്ധിതമാക്കി. അപ്പോൾ പിന്നെ നടപ്പിലാക്കിയ ഒരു കാര്യം പിന്നെ എന്തിനാ നിർദ്ദേശകത്വത്തിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് അത് മാറ്റിയിട്ട് 6-ൽ താഴെയുള്ള കുട്ടികളുടേതാക്കി. 6-ൽ താഴെയുള്ള കുട്ടികൾക്ക് ശൈശവാരംഭത്തിലുള്ള വിദ്യാഭ്യാസം എന്നൊക്കെ ആക്കിയതോടെ ഇത് തെറ്റാണെന്നായി. അപ്പോൾ നമുക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കാര്യം ഇപ്പം നിർദ്ദേശകത്വത്തിലില്ല, നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മൗലികാവകാശത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ 20 നിർദ്ദേശകത്വത്തിൻ്റെ ഭാഗമായി നയത്തിൽപ്പെടുന്നവ. ഏകീകൃത സിവിൽ കോഡുണ്ട്, ലഹരി നിരോധനമുണ്ട്, ഉപയോഗമുള്ള കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്ന നിരോധിക്കുകയുണ്ട്, ഗ്രാമപഞ്ചായത്ത് രൂപീകരണം. ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. 1, 2, 3, 4 ആൻസർ. 1, 2, 3, 4 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെ തെറ്റായ പ്രസ്താവനയാണ് 1973 സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമല്ലെന്നും ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ അവകാശം പരിമിതപ്പെടുത്തുവാൻ പാർലമെൻറ്റ് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി വിധിച്ചു. ഏത് കേസ്? കേശവാനന്ദ ഭാരതി കേസ്. അത് നമ്മൾ പഠിച്ചാണ്, കേശവാനന്ദ ഭാരതി കേസ്. പാർലമെൻറ്റിന് ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്നാണ്. കഴിയത്തില്ല എന്നുള്ളതല്ല, കഴിയും. ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇത് തെറ്റായ പ്രസ്താവന. നമുക്ക് ആൻസറായി. എന്നാലും അടുത്ത കാര്യം കൂടി നോക്കിയേക്കാം. സ്വത്തവകാശം നിലവിൽ നിയമപരമായ അവകാശമാണ്, ശരിയാണ്. 1978 44 ഭേദഗതി പ്രകാരം 300 മാറ്റി, അതും ശരിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 21B ആണ്. 22 നമ്മുടെ രാജ്യത്ത് പിന്തുടരുന്ന തിരഞ്ഞെടുപ്പ് രീതികളിലെ പ്രത്യേകതയിൽ ഉൾപ്പെടാത്തത്. രാജ്യത്തെ മൊത്തം 543 നിയോജക മണ്ഡലങ്ങളായി വിഭജിച്ചു, ശരിയാണ്. ഉൾപ്പെടാത്തതാണ് നമുക്ക് വേണ്ടത്. ഓരോ നിയോജക മണ്ഡലവും ഒരു പ്രതിനിധി വീതം തിരഞ്ഞെടുക്കുന്നു, ശരിയാണ്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 പ്രതിനിധി ഇവിടെ പോകുന്നില്ല, 3 പ്രതിനിധിയൊന്നും പോകുന്നില്ല. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അവിടെ ഓരോ മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധിയാണ് പോകുന്നത്. പിന്നെ ഓരോ നിയോജക മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു, അതും അങ്ങനെ തന്നെയാണ്. ഒരു സീറ്റിലേക്ക് പാർട്ടിയിൽ നിന്ന് 2 പേർക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. ഒരു സീറ്റിലേക്ക് ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. 2 പേരും 3 പേർക്ക് മത്സരിക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലല്ല, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഇത് 4 വരത്തില്ല. ഉൾപ്പെടാത്തത് 4 മാത്രം ഉൾപ്പെടുന്നില്ല, പ്രത്യേകം ഉൾപ്പെടാത്തതാണ് 4 ഉൾപ്പെടുന്നില്ല. ശരിയായ പ്രസ്താവന 23 കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ആപേക്ഷിക ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അടുത്ത ശരിയായ പ്രസ്താവനയാണ്. പിന്നെ അത് അമേരിക്ക എന്നല്ല കടമെടുത്തത്, ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്, അതുകൊണ്ടത് ഉൾപ്പെടുത്തില്ല. പിന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ മറ്റു സ്ഥാനാർത്ഥികളേക്കാൾ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കും, അത് ശരിയാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ബഹുത്വ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്, അത് ശരിയാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. 2ഉം 3ഉം ആദ്യത്തേത് തെറ്റാണ്. പിന്നെ ഒരു പാർട്ടിക്ക് തങ്ങൾക്ക് ലഭിച്ച വോട്ടിൻ്റെ ആനുപാതികമായി പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ എന്ന സമ്പ്രദായത്തെ പറയുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്നുള്ളതാണ്. 24ൻ്റെ ആൻസർ C ആണ്. പാർട്ടി തങ്ങൾക്ക് ലഭിച്ച വോട്ടിൻ്റെ ആനുപാതികമായി പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. 25 ഇന്ത്യയിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പരിമിതമായ തോതിൽ പരോക്ഷ തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഇതിനുദാഹരണം? രാജ്യസഭയിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പരിമിതമായ തോതിലുണ്ട്. ലോകസഭയിലില്ല. ലോകസഭ നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ വോട്ട് ചെയ്താണ് ആൾക്കാരെ എടുക്കുന്നത് ലോകസഭയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, വിധാൻ പരിഷത്ത് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ തെറ്റ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ മറ്റൊരു പേരാണ് വിധാൻ പരിഷത്ത്. അപ്പോൾ ഇവിടെ വരുന്നത് രാജ്യസഭ വരും,
പിന്നെ രാഷ്ട്രപതി വരും, ഉപരാഷ്ട്രപതി വരും, വിധാൻ പരിഷത്ത് വരും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് 2 ഇല്ലാത്ത ചോയ്സ്, അതായത് 2 ഇല്ലാത്ത ചോയ്സ് ഏതാ? 2 ഇല്ലാത്ത ചോയ്സ് 1 3 4 5. ഇത് അവസാനം കിടക്കണം, ഈ 1 3 4 5 ലാസ്റ്റ് കിടക്കുന്ന ചോയ്സ് 1 3 4 5. പിന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരു പ്രതിനിധിയെ മാത്രം ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അത് തെറ്റാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഒരു പ്രതിനിധിയെ മാത്രം ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ പ്രതിനിധികളെ വേണമെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മളുടെ സ്റ്റേറ്റിലുള്ളത് ആനുപാതിക പ്രാതിനിധ്യമല്ല, നമ്മൾ ചെയ്യുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ പറ്റത്തുള്ളൂ. പിന്നെ സമ്മതിദായകൻ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. സമ്മതിദായകൻ സ്ഥാനാർത്ഥിക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വോട്ട് ചെയ്യത്തില്ല. അതിൽ വരുന്നത് പാർട്ടിക്ക് വോട്ട് കൊടുക്കും. പാർട്ടിയാണ് അവരുടെ സ്ഥാനാർത്ഥികളെ എടുക്കുന്നത്. അവർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ നിന്ന് ആരെയൊക്കെ വിടണമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഓരോ കക്ഷിക്കും അവർക്ക് ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതികമായി സീറ്റ് ലഭിക്കും. അത് ലഭിക്കും. ഓരോ കക്ഷിക്കും അവർക്ക് ലഭിച്ച ആനുപാതികമായിട്ട് വോട്ട് ലഭിക്കും, സീറ്റ് ലഭിക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ മൊത്തം തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തിരഞ്ഞെടുപ്പാണെങ്കിൽ 37-40% അടുത്ത് മാത്രം വോട്ട് കിട്ടിയ NDA സർക്കാരിന് 400-ലധികം സീറ്റ് കിട്ടി. അപ്പോൾ ആകെ വോട്ടെന്ന് പറയുന്നത് 40 സംതിങ്ങേ ഉള്ളൂ. പക്ഷേ മൊത്തം 60% വോട്ട് കിട്ടിയ ടീമിന് ബാക്കിയെല്ലാം കൂടി കിട്ടിയത് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ്. ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലാണെങ്കിൽ 40% വോട്ട് കിട്ടിയ ആൾക്കാർക്ക് അത്രയും സീറ്റ് ആനുപാതികമായി വീതിച്ചു കൊടുക്കും. ബാക്കി 60% വോട്ട് കിട്ടിയ ടീമിന് ബാക്കി വീതിച്ചു കൊടുക്കും. അങ്ങനെയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വരുന്നത്. പിന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ഇസ്രായേൽ, നെതർലാൻഡ് എന്നിവിടങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. അപ്പോൾ അവസാനത്തെ 2 സ്റ്റേറ്റ്മെൻറ്റാണ് അതിൽ ശരിയായിട്ടുള്ളത്, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട്. 27 കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളായി വിഭജിക്കുന്നു. ശരിയാണ്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. അതാണ് നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. ഇന്ത്യ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച 3 പേര് അല്ല പോയത്, ഒരാൾ മാത്രമേ പോയത്. KC വേണുഗോപാൽ മാത്രമാണ് പോയത്. നേരെ മറിച്ചിട്ട് ആനുപാതികമാണെങ്കിൽ അങ്ങനെയല്ല, വേറെ രീതിയിലാണ് വരുന്നത്. ഇവിടെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. ഒരു സീറ്റാണ്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞ കുറച്ച് മുമ്പത്തെ NDA സർക്കാരിൻ്റെ കാര്യം. 40% താഴെ വോട്ട് ലഭിച്ചപ്പോൾ പോലും ഭരിക്കുന്നതിനേക്കാൾ ഒരുപാട് സീറ്റ് കൂടുതൽ കിട്ടി. സംവിധായകൻ രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യുന്നു. രാഷ്ട്രീയ കക്ഷിക്കല്ല കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ വോട്ട് ചെയ്യുന്നത്. നമ്മളോട് പറയുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ മണ്ഡലത്തിൽ ആരിഫിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതല്ല പറയണത്. നമ്മളോട് പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരിഫാണ്, ഞങ്ങൾക്ക് ആരിഫിന് വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി KC വേണുഗോപാലാണ്, KC വേണുഗോപാലിന് വോട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്, ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യും. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് സംവിധായകൻ ചെയ്യുന്ന വോട്ട് ആ വ്യക്തിനെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്, രാഷ്ട്രീയ കക്ഷിക്കല്ല വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലും, കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ആ കക്ഷിക്കല്ല വോട്ട് ചെയ്യുന്നത്, ആ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. വോട്ടർ പട്ടികയുടെ മേൽനോട്ടം ശരിയായ പ്രസ്താവനയാണ്. വോട്ടർ പട്ടികയുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശം നൽകലും നിയന്ത്രണവും പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും നടത്തുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടവും പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. പാർലമെൻറ്റിലല്ല, അത് ഇലക്ഷൻ കമ്മീഷനിലാണ്. അത് തെറ്റാണ്. ഇതിനായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നു. അത് ശരിയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് ഓരോ സംസ്ഥാനങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ്, അത് രണ്ടും ശരിയാണ്. അപ്പോൾ നമുക്കത് 2ഉം 3ഉം ശരിയാണ്. ശരിയായ ഇതിനായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നു. അത് പാർലമെൻ്റ് അല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. തെറ്റിപ്പോയി പറഞ്ഞപ്പോൾ പ്രസിഡൻ്റാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. അതും തെറ്റാണ്. അപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് ഓരോ സംസ്ഥാനങ്ങളും മുഖ്യ തിരഞ്ഞെടുപ്പ്. അപ്പോൾ 3 മാത്രമേ അവിടെ ശരിയായിട്ട് വരത്തുള്ളൂ കേട്ടോ. 3 മാത്രമേ വരത്തുള്ളൂ. പാർലമെൻ്റ് അല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്, പ്രസിഡൻ്റാണ്. പിന്നെ ശരിയായ പ്രസ്താവന ഏത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് കമ്മീഷണർക്കും 6 വർഷമോ 65 വയസ്സോ കാലാവധി ഉണ്ട്. അത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാലാവധിയല്ല, അത് നിയമത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന കാലാവധിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധിയെക്കുറിച്ച് ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. അത് കഴിഞ്ഞ് അത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പാസ്സാക്കിയ നിയമത്തിലാണ്. അത് നിയമത്തിൻ്റെ പേര് വിട്ടുപോയി. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതായി കഴിഞ്ഞ ദിവസം LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ, അത് ശരിയാണ്. തുല്യമായ അവകാശമായിരിക്കും. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര പദവിയിലാണെങ്കിലും പെരുമാറ്റ ദൂഷ്യമോ ശാരീരികമായോ മാനസികമായ യോഗ്യത തെളിയിക്കപ്പെട്ടാൽ
യോഗ്യതയല്ല അയോഗ്യതയായിരുന്നു വരേണ്ടത്. തെളിയിക്കപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ അവരെ പുറത്താക്കാം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ അവർ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അയോഗ്യത തെളിയിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അവർ അയോഗ്യത സ്പേസ് ആയിപ്പോയതാണ്. അടുത്ത 30 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളായത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഘടന അധികാരം പ്രഖ്യാപിക്കുന്നത് ശരിയാണ്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്, അത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ച 1950 മുതൽ 1989 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഏകാംഗ കമ്മീഷനായിരുന്നു, അത് ശരിയാണ്. 1989 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി പ്രസിഡന്റ് നിയമിച്ച് കമ്മീഷനെ ബഹുഅംഗമാക്കി. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളുക. 1 2 3 4 ശരിയാണ്. അടുത്തത് തെറ്റായ പ്രസ്താവന. 31 തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സുഗമമാക്കുന്ന നടത്തിപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകാൻ രാഷ്ട്രപതിയോടും സംസ്ഥാന ഗവർണറോടും അപേക്ഷിക്കാൻ ഇലക്ഷൻ കമ്മീഷന് അവകാശമുണ്ട്, അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് അത് വരത്തില്ല, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അന്തരീക്ഷമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും കമ്മീഷന് പ്രസിഡന്റിനോട് ഗവർണറോടൊക്കെ ആവശ്യപ്പെടാം, അത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ചെലവുകൾക്കുള്ള പരിധി അതിലൊരു പ്രശ്നമുണ്ട്. പ്രസിഡന്റിനോടും ഗവർണറോടും ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. 31 രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ അന്തരീക്ഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും കമ്മീഷൻ അധികാരമുണ്ട്, അങ്ങനെയായിരുന്നു വരേണ്ടത്. പ്രസിഡന്റിനോടും ഗവർണറോടും ഒന്നും ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല, അത് നിർത്തിവെച്ചാൽ മതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കുള്ള പരിധി നിശ്ചയിക്കുന്ന പാർലമെൻറ്റിനെ സഹായിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അത് പരിധി വരെ സ്വയം അങ്ങ് നിശ്ചയിച്ച് വെച്ചാൽ മതി. അത് നമ്മുടെ അധികാരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരങ്ങൾ, അത് നന്നായിട്ടൊന്ന് പഠിച്ചാൽ മതി, അപ്പോൾ കിട്ടും. അത് ശ്രദ്ധിച്ചെഴുതണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ഇതാണ്, തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കാം, പറയാം, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവരെ കിട്ടിക്കഴിഞ്ഞ് ഇവരെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് തടയാം, പിന്നെ ക്യാൻസൽ ചെയ്യാം, അത് ഇവർക്കെതിരെ നടപടിയെടുക്കാം. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് അത് തടയാം ഇവർക്ക്. അതായത് പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഒന്നുമില്ല, ക്യാൻസൽ ചെയ്യാം. എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നത് നടപടി ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഇവരനുസരിക്കാതിരുന്ന ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാതൊക്കെ ഇരുന്നാൽ അവർക്കെതിരെ നടപടി എടുക്കാനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചോളുക. ഒന്നുകൂടി ഒന്ന് വായിച്ചോളൂ, പഠിച്ച കാര്യങ്ങളാണ്, ഒന്നുകൂടി ഒന്ന് വായിച്ചോളുക. സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുന്ന CAGക്ക് അതിനെവിടെ സമയം? രാഷ്ട്രീയ പാർട്ടികൾ മൊത്തം കണക്കെടുപ്പ് നടത്താൻ പറ്റുക? ഇല്ല, അതൊക്കെ പരിശോധിക്കേണ്ടത് സ്വയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് 2, 3, 4 തെറ്റാണ്. അത് പക്ഷേ നല്ല മാച്ചിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഇട്ടത്. കമ്മീഷൻ പ്രസിഡന്റിനോടും ഗവർണറോടും ആവശ്യപ്പെടുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും ശരിയായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, അത് ഇവർക്ക് അധികാരമുണ്ട് അത് നിർത്തിവെക്കാനൊക്കെ, ഇലക്ഷൻ നിർത്തിവെക്കാൻ. അടുത്ത നോക്കി 32 അതിർത്തി നിർണയ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളേത്? നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന സ്വതന്ത്ര സമിതി, ശരിയാണ്. രാജ്യത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും അതിർത്തി ഈ കമ്മീഷൻ നിർണ്ണയിക്കുന്നത്, ശരിയാണ്. ഇലക്ഷൻ കമ്മീഷനാണ് അതിർത്തി നിർണയ കമ്മീഷൻ നിയമിക്കുന്നത്, അത് തെറ്റാണ്. അതിർത്തി നിർണയ കമ്മീഷൻ, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം. അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന 1ഉം 2ഉം. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു കൂട്ടായ നേതൃത്വം എന്ന അർത്ഥത്തെ അടിസ്ഥാനമാക്കിയ വ്യവസ്ഥ, ശരിയാണ്. പ്രസിഡന്റ് രാഷ്ട്രതലവൻ, ശരിയാണ്. ഭരണതലവൻ പ്രധാനമന്ത്രി. അർദ്ധ പ്രസിഡൻഷ്യലി ഭരണത്തലവൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഗവർണറോട് അത് ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പൊട്ട സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. പ്രധാനമന്ത്രിക്ക് ഇവിടെ ഗവർണറോട് കൂട്ടുത്തരവാദിത്വം വന്നത്, അത് തെറ്റാണ്. ഇനി ഇവർക്കൊക്കെ ഒരു കൂട്ടുത്തരവാദിത്വം വരുന്നുണ്ടെങ്കിൽ അത് നിയമനിർമ്മാണ സഭയോടാണ്, അഥവാ ലോകസഭയോടായിരിക്കും, ലോകസഭയോട്. അപ്പോൾ ഗവർണറോട് ഉത്തരവാദിത്വം ആർക്കും തന്നെ ഇല്ല, അത് തെറ്റാണ്. അപ്പോൾ 1, 2, 3 ശരി. 34 ശരിയായ പ്രസ്താവനകളേത്? രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രി തലവനായ ഒരു മന്ത്രിസഭയുണ്ട്, ശരിയല്ലേ? ശരിയാണ്. രാഷ്ട്രപതി തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കും, അത് ശരിയാണ്. ഔപചാരികമായ പ്രസിഡന്റ് വിശാലമായ നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ, അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനുള്ള അധികാരമുണ്ട്. അപ്പോൾ 1, 2, 3 ഇതെല്ലാം ഉള്ളതാണ് കേട്ടോ, രാഷ്ട്രപതിക്ക് ഉള്ളതാണ്, രാഷ്ട്രപതിയുടെ അധികാരമാണ്, ശരിയാണ്. 35 ഭരണഘടനാപരമായ രാഷ്ട്രപതി മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് അധികാരമുണ്ട്, അറിയാം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും നൽകാൻ പ്രധാനമന്ത്രി ബാധ്യസ്ഥനാണ്. രാഷ്ട്രപതി പലപ്പോഴും പ്രധാനമന്ത്രിക്ക് എഴുതുകയും രാജ്യം നേരിടുന്ന വിഷയങ്ങൾ തൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയും ചെയ്യും, ശരിയാണ്. പാർലമെൻറ്റ് അയോഗ്യതയെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 102 അയോഗ്യത, 103 തീരുമാനമെടുക്കുന്നത് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ 35
1 2 3 4 എല്ലാം ശരിയാണ്. തെറ്റായ പ്രസ്താവന ഏത്? മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധിക്കാനായി തിരിച്ചയക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. രാഷ്ട്രപതിക്ക് മന്ത്രിസഭ നൽകുന്ന അധികാരം ഇത് തിരിച്ചയക്കാനുള്ള അവകാശമുണ്ട്. അത് ശരിയാണ്. പാർലമെൻറ്റ് പുനഃപരിശോധിക്കുന്നതിനായ ബില്ലുകൾ തിരിച്ചയക്കുവാൻ അവസരം നൽകുന്നത് പ്രസിഡന്റ് പോക്കറ്റ് വീറ്റോ അല്ലത് സസ്പെൻസീവ് വീറ്റോ ആണ്. പോക്കറ്റ് വീറ്റോ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതാണ് തെറ്റി. അപ്പോൾ ബി തെറ്റാണ്. പിന്നെ മന്ത്രിസഭയുടെ ഉപദേശം നിയമപരമായ പഴുതുകളോ പിഴവുകളോ കണ്ടെത്തുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഉത്തമ താല്പര്യത്തിന് വിരുദ്ധമായോ ആണെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്ക് തെറ്റാണ് വേണ്ടത്. ബി ആണ് ആൻസർ. 37 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായവ കണ്ടെത്താം. സാധാരണ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയെയാണ് തലവനായി പ്രധാനമന്ത്രി നിയമിക്കുന്നത്. ശരിയാണ്. ലോകസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ 2-3 കക്ഷികൾ ചേർന്ന് സഖ്യം രൂപീകരിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആരെ പ്രധാനമന്ത്രിയാക്കണമെന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രപതി തീരുമാനിക്കാൻ പറ്റും. അത് രാഷ്ട്രപതിയുടെ ഒരു എക്സ്ട്രാ പവറുകളാണ്, അതൊക്കെ അധികാരങ്ങളാണ് അതൊക്കെ. പിന്നെ ലോകസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ 2-3 കക്ഷികൾ സഖ്യം ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രപതിക്ക് തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ലോകസഭയിൽ ഭൂരിപക്ഷ പിന്തുണ ലഭിക്കാൻ സാധ്യതയുള്ള കക്ഷിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നു. അപ്പോൾ അതുപോലെ അതൊക്കെ രാഷ്ട്രപതിയുടെ എക്സ്ട്രാ പവറുകളാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. ഈ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഒരു സർക്കാർ വന്നാൽ, അത് കേവല ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സർക്കാർ വന്നാൽ പ്രധാനമന്ത്രിയായിട്ട് ആരെ നിയമിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷേ കൂട്ടുകക്ഷിയോ അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമോ ഒക്കെ വരികയാണെങ്കിൽ വേണമെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും യോഗ്യനായ ആളെ പ്രസിഡന്റിന് ഇഷ്ടമുള്ള രീതിയിൽ, അങ്ങനെ നമ്മുടെ വാജ്പേയിയുടെ കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. വാജ്പേയിനെ അങ്ങനെ നിയമിച്ചതാണ്. പക്ഷേ ഭൂരിപക്ഷം തേക്കാൻ പറ്റാതെ പുറത്തു പോകേണ്ടി വന്നു. അടുത്തത് 10 ദിവസം അധികാരത്തിൽ വന്ന് അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് രാജിവെക്കേണ്ടി വന്നു. അടുത്ത 38 ശരിയായ പ്രസ്താവന. 1986 പാർലമെൻറ്റ് പാസ്സാക്കിയ പോസ്റ്റ് ഓഫീസ് ബിൽ ഭേദഗതി പിന്നീട് നിയമമായിട്ടില്ല കേട്ടോ. ഇത് നിയമമായിട്ടില്ല. പിന്നെ ഈ ബില്ലിന് പ്രസിഡന്റ് ഗ്യാനി സെയിൽ പോക്കറ്റ് വീറ്റോ അധികാരം ഉപയോഗിച്ചു. അത് ശരിയായിട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തത് ശരിയായിട്ടുള്ളതാണ്. പിന്നെ എന്നാൽ തുടർന്ന് വന്ന പ്രസിഡന്റ് വെങ്കട്ടരാമൻ പുനഃപരിശോധിക്കാൻ അയക്കുകയും ബില്ല് പാർലമെൻറ്റിലേക്ക് അയക്കുകയും വീണ്ടും പാസ്സാക്കി നിയമിക്കുകയും ചെയ്തിട്ടില്ല. തിരിച്ചയച്ചത്, ഇതാണ് ശരി. നാലാമത്തത് പാർലമെൻറ്റിലേക്ക് പ്രസിഡന്റ് തിരിച്ചയച്ചതിന് ശേഷം ഇത് അന്ന് ജനതാ ഗവൺമെൻറ് വരുന്ന സമയമാണ്. അപ്പോൾ അവർ ഇത് പത്രസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാരണമാണെന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്യാനി സെയിൽ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച് അത് പാസ്സാക്കിയിട്ടുമില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 2ഉം 4ഉമാണ് അതിൽ ശരിയായിട്ട് വരുന്നത്. ഇതാണ് ആൻസർ. 2ഉം 4. തെറ്റായ പ്രസ്താവന 39 ലോകസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ 2-3 കക്ഷികൾ സഖ്യം ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആരെ പ്രധാനമന്ത്രിയായി രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം. ശരിയാണത്. ലോകസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ 2-3 കക്ഷികൾ സഖ്യം രൂപീകരിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രപതി തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ലോകസഭയിൽ ഭൂരിപക്ഷ പിന്തുണയുള്ള ലഭിക്കുവാൻ സാധ്യതയുള്ള കക്ഷിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നു. അത് ശരിയാണ്. ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നാൽ ഗവൺമെൻറ് നയിക്കാൻ ഒരു പ്രധാനമന്ത്രി നിയമിക്കാനുള്ള അധിക ബാധ്യത രാഷ്ട്രപതിക്കുണ്ട്. അതും ശരിയാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള രീതി തന്നെയാണ് ഉപരാഷ്ട്രപതി. അത് തെറ്റാണ് കേട്ടോ. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന അതേ രീതിയല്ല. ഇലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രം വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ രാഷ്ട്രപതിക്ക്. മറ്റത് എല്ലാ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അവിടെ വരുന്ന വ്യത്യാസം. അപ്പോൾ 39 40 വരുന്നത് 40 ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതി ഔദ്യോഗിക നിലയിൽ രാജ്യസഭയുടെ അധ്യക്ഷനാണ്. ശരിയാണ്. ഉപരാഷ്ട്രപതിയുടെ വ്യക്തി പാർലമെൻറ്റിൽ 2 സഭകളിലും സംസ്ഥാന നിയമസഭയിലും അംഗമാകാൻ പാടില്ല. ശരിയാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ ലോക്സഭാ അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നു. ശരിയാണ്. വൈസ് പ്രസിഡന്റിൽ ഉൾപ്പെടുന്നുണ്ട്, പ്രസിഡന്റിൽ ഉൾപ്പെടുന്നില്ല. കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ഏക കൈമാറ്റ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, രഹസ്യ ബാലറ്റ്, അതൊക്കെ ശരിയാണ്. രാഷ്ട്രപതിയുടെ ഫക്രുദ്ദീൻ അന്തരിച്ചപ്പോൾ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നവരെ ഉപരാഷ്ട്രപതിയായിരുന്നു ബി ഡി ജെട്ടി രാഷ്ട്രപതിയായിട്ടിരുന്നു. ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനയാണ് എല്ലാം വരുന്നത്. 1 2 3 4. അടുത്ത ശരിയായ പ്രസ്താവന 41 ശരിയായ പ്രസ്താവന. പാർലമെൻറ്റ് വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിക്ക് ലോക്സഭയുടെ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടാകണം. പാർലമെൻറ്റ് അംഗമല്ലാത്ത ആൾക്ക് പ്രധാനമന്ത്രിയോ മന്ത്രിയോ ആകുവാൻ സാധിക്കില്ല. ആയിട്ട് 6 മാസത്തിനുള്ളിൽ അംഗത്വം കിട്ടിയാൽ മതി. പിന്നെ ഭൂരിപക്ഷ പിന്തുണ നഷ്ടപ്പെടുന്ന അവസരത്തിൽ തന്നെ പ്രധാനമന്ത്രിക്ക് അധികാരം നഷ്ടപ്പെടും. ശരിയാണ്. ഭൂരിപക്ഷം പോയാൽ പ്രധാനമന്ത്രിക്ക് അധികാരം പോയി. ഔപചാരികമായി ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ആളെ രാഷ്ട്രപതി പ്രധാനമന്ത്രി നിയമിക്കുന്നു. മന്ത്രിസഭാംഗങ്ങളെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ശരിയാണ്. 2 മാത്രമേ ഇവിടെ തെറ്റുള്ളൂ. 1 3 4 ഇതാണ് ഡൗട്ട് വെച്ചൊരു ക്വസ്റ്റ്യൻ. 1 3 4. അപ്പോൾ ഈ അംഗത്വം 1 3 4 അംഗത്വം പ്രത്യേകം ശ്രദ്ധിക്കണം. അംഗത്വം ഇല്ലെങ്കിലും പ്രധാനമന്ത്രിയാകാം അല്ലെങ്കിൽ മന്ത്രിയാകാം. പിന്നീട് അംഗത്വം എടുത്താൽ മതി. 42 മന്ത്രിമാരുടെ എണ്ണം എങ്ങനെയാണ്? പാർലമെൻറ്റ് അംഗങ്ങളുടെ 15 അല്ല, ലോക്സഭയുടെ 15%. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചാടിക്കയറി അറ്റൻഡ് ചെയ്യരുതും. ശരിയായ പ്രസ്താവന. കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും പ്രവർത്തിക്കുന്നു. ഓക്കെ, ശരിയാണ്.
മന്ത്രിസഭയ്ക്ക് ലോകസഭയോടാണ് കൂട്ടുത്തരവാദിത്വം. മന്ത്രിസഭയ്ക്ക് ഗവർണറോടൊന്നുമല്ല, ലോകസഭയോട് തന്നെയാണ് കൂട്ടുത്തരവാദിത്വം ഉള്ളത്. അത് ശരിയാണ്. പിന്നെ ലോകസഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭ രാജിവെക്കണം. ശരിയാണ്. ഒരു മന്ത്രിക്കെതിരെയുള്ള അവിശ്വാസം മന്ത്രിസഭയുടെ രാജിയിലേക്ക്, മന്ത്രിയുടെ രാജിയിലേക്ക് നയിക്കും, മന്ത്രിസഭയുടെ രാജിയിലേക്ക് നയിക്കത്തില്ല. ഒരു മന്ത്രിക്ക് മന്ത്രിസഭയുടെ തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ തീരുമാനം എന്തായാലും അംഗീകരിക്കണം, അല്ലെങ്കിൽ രാജിവെക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 4 തെറ്റാണ്. ഒരു മന്ത്രിക്കെതിരെയുള്ള അവിശ്വാസം ഒരിക്കലും മന്ത്രിസഭയുടെ രാജിയിലേക്ക് വരത്തില്ല. പ്രധാനമന്ത്രിക്കെതിരെയുള്ള അവിശ്വാസമേ മന്ത്രിസഭയുടെ രാജിയിലേക്ക് വരത്തുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചോണേ. 44 ശരിയായ പ്രസ്താവന ഏത്? പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ പ്രസ്താവനയ്ക്കൊപ്പം മന്ത്രിസഭ നിലവിൽ വരും? ഒരിക്കലും വരത്തില്ല. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പിന്നീടാണ് ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത്, പിന്നീടാണ്. പ്രധാനമന്ത്രിയുടെ മരണമോ രാജിയോ സ്വാഭാവികമായും മന്ത്രിസഭയുടെ അന്ത്യത്തിലേക്ക് നയിക്കും. മന്ത്രിസഭയുടെ അന്ത്യത്തിലേക്ക് നയിക്കുമെങ്കിലും പിന്നീട് അടുത്ത പ്രധാനമന്ത്രി സെലക്ട് ചെയ്ത് ചിലപ്പോൾ ഈ മന്ത്രിമാരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ അച്ചാണി അഥവാ ആണിക്കല്ലി എന്ന പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. അത് ശരിയാണ്. മന്ത്രിസഭയുടെ ഭരണസംബന്ധമായ തീരുമാനങ്ങൾ, നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ രാഷ്ട്രപതി അറിയിക്കാനുള്ള ഭരണഘടനാ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കുണ്ട്. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ മന്ത്രിസഭ നിലവിൽ വരുന്നില്ല. അത് തെറ്റാണ്. ബാക്കിയുള്ളത് ശരിയാണ്. ഇപ്പോൾ 2, 3, 4 ആൻസറേ. 45 ലോകസഭയുടെ അധികാരങ്ങളാണ്. 45 യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നു. ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. ശരിയാണ്. നികുതി ചുമത്തൽ, വാർഷിക, അതെല്ലാം ബഡ്ജറ്റ് ഒക്കെ ലോകസഭയിൽ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കാം, വേണമെങ്കിൽ നിരസ്കരിക്കാം, അംഗീകരിക്കാം, എന്ത് വേണം അംഗീകരിക്കാം എന്ന് പറയുന്നത് ശരിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യുന്നു. അപ്പോൾ എല്ലാം ശരിയാണ്. ഇവയെല്ലാം ആണ് ചോയ്സ്. പിന്നെ 46 രാജ്യസഭയുടെ അധികാരങ്ങൾ. ധനേതര ബില്ലുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ധനബില്ലല്ല, ധനേതര ബില്ല്. ധനബില്ല് ലോകസഭയിൽ മാത്രമാണ്. ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കാം. ഓക്കെ, ധനബില്ലുകൾക്ക് ഭേദഗതി നിർദ്ദേശിച്ചു, അത് അംഗീകരിക്കണം വേണ്ടെന്ന് ലോകസഭ തീരുമാനിച്ചോളും. ഭേദഗതിയൊക്കെ ഇവർക്ക് പറയാം. ഭരണഘടന ഭേദഗതികൾ അംഗീകരിക്കുക. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് മുൻകൈ എടുക്കാം. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങൾ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇത് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മിക്കവാറും പരീക്ഷ തന്നെ. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് അധികാരം പാർലമെൻറ്റിന് നൽകുവാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ്. അത് ശരിയാണ്. അപ്പോൾ നമുക്കിത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഇവയെല്ലാം എന്നുള്ളതാണ് വരുന്നത്. എല്ലാമാണല്ലോ, എല്ലാം ശരിയാണല്ലോ. 47 രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. എല്ലാ അംഗങ്ങളും കാലാവധി പൂർത്തിയാക്കുന്ന ഒരേ സമയത്തല്ല, 2 വർഷം കൂടുമ്പോൾ മാറി വരും. 3-1 അംഗങ്ങളെ പോകത്തുള്ളൂ. എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ രാജ്യസഭ പിന്നെ ആരും ഉണ്ടാകത്തില്ല. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭ 30 വയസ്സ് മതി. ഓക്കെയാണ്. രാജ്യസഭ ഒരു സ്ഥിര സഭയാണ്, പിരിച്ചുവിടാൻ പറ്റത്തില്ല. ധനേതരകളിൽ പാസ്സാക്കുന്ന ഭരണഘടനാ ഭേദഗതി, രാഷ്ട്രപതി ഇംപീച്ച്മെൻറ്റ്, ഉപരാഷ്ട്രപതി പുറത്താക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യാധികാരം. 1, 2, 3, 4 ബില്ലുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ധനബിൽ ഉൾപ്പെടെ ഏതൊരു ബില്ലും ഇരുസഭകളിൽ എന്തെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. ധനബില്ല് ഉൾപ്പെടെ ഏതൊരു അംഗം. 48ാമത്തെ ക്വസ്റ്റ്യൻ. ധനബില്ല് ഉൾപ്പെടെ ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിക്കും. ധനബില്ലോ അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല, അത് ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കണം. അപ്പോൾ അവിടെ പോയി, ആ സ്റ്റേറ്റ്മെൻറ്റ് പോയി. പിന്നെ 2ാം വായന ഘട്ടത്തിൽ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടമെന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളൊന്നും ഇത് ഈ ഘട്ടമാണ് മാറ്റങ്ങളില്ല തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. 2ാമത്തെ ശരിയാണ്. 3ാം വായനയിൽ ബില്ല് അംഗീകരിക്കണം. അത് ശരിയാണ്. അപ്പോൾ 1ാമത്തെ തെറ്റാണ് ഇവിടെ. അവിടെ വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ധനബില്ല് ഉൾപ്പെടെ ഏതൊരു ബില്ലും ഏതെങ്കിലും അംഗത്തിനൊന്നും അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ധനബില്ല് അവതരിപ്പിക്കുന്നവരാണ്. അപ്പോൾ 49ൻ്റെ ആൻസർ 2, 3 ശരി എന്നുള്ള. പിന്നെ 48 48ൻ്റെ ആൻസർ 2, 3. 49 ശരിയായ പ്രസ്താവന. സംസ്ഥാന സർക്കാർ നിർദ്ദേശകത്വവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന നിയമങ്ങൾ വ്യക്തിയുടെ മൗലികാവകാശങ്ങൾ ഹനിക്കുന്നതാണെങ്കിൽ പോലും അവ എടുത്തു കളയരുത്. അത് 31C ആണ് കേട്ടോ ആർട്ടിക്കിൾ. ഈ ഒരു കാര്യം പറയുന്ന ആർട്ടിക്കിൾ 31C. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മൗലികാവകാശം 14ലും 19ലെയും കാര്യങ്ങൾ മാത്രമാണെങ്കിലേ എടുത്തു കളയാൻ പറ്റാതെയുള്ളൂ. ബാക്കി 21 ആണെങ്കിൽ എടുത്തു കളയരുതെന്ന് പറയുന്നത് 14ലെയും 19ലെയും കാര്യങ്ങൾക്ക് ഹനിക്കുന്നതാണെങ്കിൽ ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 19ലും പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ആ 2 മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് അത് എടുത്തു കളയരുതെന്ന് പറയണത്. പക്ഷേ 21 ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. അപ്പം പൊതുവെ പറഞ്ഞാൽ 14ലും 19ലും പറയുന്ന മൗലികാവകാശങ്ങളെ ഹനിക്കുന്നതാണെങ്കിൽ പോലും എടുത്തു കളയരുതും. അതാണെങ്കിൽ ശരിയാണ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഇവിടെ നമുക്കത് തെറ്റാണെന്ന് കൊടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ പാർലമെൻറ്റ് ഭരണഘടനയിൽ ഉൾപ്പെടുത്താവുന്നതാണ്.
അപ്പോൾ പാർലമെൻറ്റിന് ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് 2 മാത്രം കൊടുക്കാം. മറ്റത് ഇങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ശരിയാണെന്ന് പറയാമായിരുന്നു. മൗലികാവകാശങ്ങൾ 14-ലും 19-ലും കാര്യങ്ങളെ ഹനിക്കുന്നതാണെങ്കിൽ പോലും